ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ഷാബു പ്രസാദ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. കാരണം ഈ ആദ്യഘട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കുന്നു, അതിന് പിന്നാലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു. തെരഞ്ഞെടുപ്പ് കൂടെ അടുത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി അത് അത്യാവശ്യമായിരുന്നു. അല്ല, രക്ഷിക്കപ്പെടാൻ ഈ കേസിൽ കോൺഗ്രസിന് മുഖമൊന്നും ഇല്ലല്ലോ. അത് എപ്പോഴേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇപ്പൊ ഈ സാങ്കേതികമായിട്ട് അയാളെ പുറത്താക്കി എന്നുള്ളത് കൊണ്ട് നഷ്ടപ്പെട്ടതൊന്നും കോൺഗ്രസിന് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. കാര്യം ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വലിയ ചില ചോദ്യങ്ങളുണ്ട്. കാര്യം ഇയാളൊരു സെക്ഷൻ പെർവേർട്ടാണ് എന്നുള്ള കാര്യം കോൺഗ്രസ് ലീഡർഷിപ്പിന് അറിയാമായിരുന്നു. കോൺഗ്രസിലെ വനിത 13 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ ഉള്ള സ്ത്രീകളാണ് ഇയാളെ പറ്റി പരാതി പറഞ്ഞിട്ടുള്ളത്. എത്രയോ പരാതികൾ കോൺഗ്രസിന് വന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ മഹിളാ വിഭാഗം ഇതിന്റെ KPCC സാംസ്കാരിക വിഭാഗത്തിലെ നേതാവായ പ്രസാധകയും എഴുത്തുകാരിയുമായ ഷഹനാസ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇത് നേരത്തെ അറിയാമായിരുന്നു, അവർക്കും ഇയാൾ മോശം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷാഫി പറമ്പലിനോട് പരാതി പറഞ്ഞിട്ടുണ്ട്, മൈൻഡ് ചെയ്തിട്ടില്ല. അല്ലാതെ ഇങ്ങനൊരു വെളിപ്പെടുത്തലുമായി വന്നപ്പോ ആകാശത്തു നിന്ന് പൊട്ടിന്ന് വീണ മാതിരി ഇവർക്ക് ബോധോദയം ഉണ്ടായതല്ല ഇയാൾ ഇങ്ങനെയാണെന്നുള്ളത് കാലങ്ങളായിട്ട് ഇവർക്ക് എല്ലാം അറിയാമായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാളെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത്. അത് അറിഞ്ഞുകൊണ്ടാണ് ഇയാൾക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തത്. ഇത് അറിഞ്ഞുകൊണ്ടാണ് അയാളെ MLA ആക്കിയത്. ഇതെല്ലാം അറിയാമായിരിക്കെയാണ് ഇയാൾ മാധ്യമങ്ങളിൽ വന്ന് കോൺഗ്രസിന്റെ നവായി നിന്നിട്ടുള്ളത്. ഇതെല്ലാം കോൺഗ്രസിന് അറിയാമായിരുന്നു. അങ്ങനെ അടിമുടി കോൺഗ്രസിന്റെ നാറി പൊഴുത്തു നിൽക്കുന്ന കോൺഗ്രസിന് ഇപ്പം ഈ ഒരു പുറത്താക്കൽ കൊണ്ട് ഈ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവി അതെന്താവും? അത് തീർന്നു. ഇനി ഒരു തിരിച്ചുവരവില്ല രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഒരു തിരിച്ചുവരവില്ല. ഇനിയിപ്പോ ഈ കേസ് ശിക്ഷിച്ചാലും ശരി, ശിക്ഷിച്ചില്ലെങ്കിലും ശരി, അയാൾ രാഷ്ട്രീയത്തിലെ എന്നേക്കുമായിട്ട് അവസാനിച്ചു. ശരി, വളരെയധികം നന്ദി ശ്രീ ഷാബു പ്രസാദ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.